കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് ഇറ്റ്സ് മീ. ഞാൻ നിങ്ങളുടെ സ്വന്തം അനുമിസാണ്. ഓക്കെ, എന്റെ മക്കൾ എല്ലാവരും നിങ്ങളെ ഓണപരീക്ഷയുടെ ചൂടിലായിരിക്കും എനിക്കറിയാം. അപ്പൊ ഓണപരീക്ഷയുടെ പേപ്പറിൽ നമ്മൾ മാത്സിന്റെ ചോദ്യങ്ങൾ ഏതൊക്കെ ആയിരിക്കും അല്ലെ, എന്തായിരിക്കും മാത്സിന്റെ അവസ്ഥ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ടെൻഷനിലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള വോളിയത്തിൽ നിന്നുള്ള ചോദ്യമാണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. വോളിയം എന്നുള്ള ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം. കഴിഞ്ഞ ഓരോ വർഷങ്ങളിലായിട്ടും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇത് നല്ലപോലെ പഠിച്ചിട്ട് തന്നെ നിങ്ങൾ പോവുക കേട്ടോ. അപ്പൊ നോക്കണം, ഇവിടെ എച്ച് ഷേപ്പിൽ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാം. ഈ ഫിഗറിന്റെ വോളിയമാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ഫിഗേഴ്സിന്റെ ഒക്കെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക? ഒന്നുമില്ല, ഈ എച്ച് ഷേപ്പിനെ നിങ്ങൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു റെക്ടാംഗിൾ ബ്ലോക്കുകളാക്കി മാറ്റാം. എന്നിട്ട് ഓരോ റെക്ടാംഗിൾ ബ്ലോക്കിന്റെയും വോളിയം കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവായി. സിമ്പിൾ ആണേ. അപ്പൊ ഞാൻ ഈ ഒരു റെക്ടാംഗിൾ ബ്ലോക്കിനെ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണേ. ഞാനിത് ആദ്യം കട്ട് ചെയ്തു, പിന്നെ രണ്ടാമത്തത് ഇങ്ങനെയും കട്ട് ചെയ്തു. ഇപ്പൊ 3 റെക്ടാംഗിൾ ബ്ലോക്കുകളായില്ലേ. ആദ്യത്തെയും ലാസ്റ്റത്തിലെയും അല്ലെ, ഒന്നാമത്തതും ലാസ്റ്റത്തെയും ഒരേപോലെയുള്ള, കണ്ടോ ഈ രണ്ടെണ്ണം ഒരേപോലെയുള്ള റെക്ടാംഗിൾ ബ്ലോക്കുകളാണ്. സോ അതിൽ ഒരെണ്ണത്തിന്റെ വോളിയം കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള വോളിയവും സെയിം ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ദെൻ അതിന് നടുവിൽ ഒരു കുഞ്ഞ് റെക്ടാംഗിൾ ബ്ലോക്ക് കൂടെ ഉണ്ട് അല്ലെ, അതിന് വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യണല്ലോ. ഒന്നാമത്തതിന്റെ വോളിയം ഞാൻ V1 എന്നെടുത്തു. വോളിയം 1 അതാണ് V1. രണ്ടാമത്തെ വോളിയം V2 എന്നെടുത്തു. മൂന്നാമത്തെ വോളിയം V3 എന്നെടുത്തു. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഇതിൽ V1ഉം V3യും സെയിം വോളിയം ആണ് അല്ലെ. അപ്പൊ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ നമുക്ക് ഇരട്ടി പണി വേണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ട് എന്താക്കാൻ പറ്റും, ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ ആദ്യം വോളിയം 1 തന്നെ കണ്ടുപിടിക്കട്ടെ. വോളിയം കാണാൻ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഇങ്ങനെ ഒരു ഫിഗർ കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ നീളവും വീതിയും ഉയരവും കണ്ടുവെക്കുക എന്നുള്ളതാണ്. നോക്കടാ, ആദ്യത്തെ ഫിഗറിന്റെ നീളം എനിക്ക് അറിയില്ല, കണ്ടവിടെ കാണുന്നില്ല. അപ്പൊ നിങ്ങൾ നോക്കുക, ഇപ്പുറത്തേക്ക് നോക്കിക്കേ, ഇവിടെ നീളം കൊടുത്തിട്ടുണ്ടോ? യെസ്, കൊടുത്തിട്ടുണ്ടല്ലോ. എത്രയാണ്? 16 സെന്റിമീറ്റർ. സോ ഇതിന്റെ നീളം എത്രയാണ്? 16 സെന്റിമീറ്റർ ആണ്. വീതി കാണുന്നുണ്ടോ? വീതി ആദ്യത്തെ ഫിഗറിൽ ഇവിടെ ഒന്നും വീതി കൊടുത്തിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. വീതി കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 4 സെന്റിമീറ്റർ. അത് തന്നെയായിരിക്കും ഇവിടെയും വരിക, 4 സെന്റിമീറ്റർ. ഉയരം കാണുന്നുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? കാണുന്നുണ്ട് ഞാൻ. ഉയരം ഇവിടെ 3 ആണ്. അത് തന്നെയായിരിക്കും ഇവിടത്തെയും ഉയരം 3 തന്നെയായിരിക്കും. കണ്ടോ? അപ്പൊ നീളവും വീതിയും ഉയരം കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നോക്കിക്കേ, 16 × 4 × 3 ചെയ്താൽ നമ്മൾ ആൻസർ ആയില്ലേ. 16 × 4 എന്ന് പറഞ്ഞാൽ 64. 64 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 192 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടി. റെഡിയാണ്. ഒന്നാമത്തെ വോളിയം കിട്ടി. ശ്രദ്ധിച്ചോ, ഈ ഒന്നാമത്തെ വോളിയം തന്നെയാണ് നമ്മളെ ലാസ്റ്റ് ആൻഡ് ഫൈനലിന്റെയും വോളിയം. അപ്പൊ നമുക്ക് കിട്ടിയത് V1ഉം V3 അല്ലെ, മൂന്നാമതെടുത്തതും 192 സെന്റിമീറ്റർ ക്യൂബ് തന്നെയായിരിക്കും, ഒരു മാറ്റവും ഇല്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എളുപ്പത്തിൽ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ആ നടുവിലുള്ള കുഞ്ഞി റെക്ടാംഗിൾ ബ്ലോക്ക് കണ്ടോ, ഇതിന്റെ വോളിയം ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് നമ്മൾ V2 എന്നാണല്ലേ കൊടുത്തത്. V2 = എങ്ങനെ കണ്ടുപിടിക്കുക? നീളം 4 സെന്റിമീറ്റർ ആണ്. വീതിയും ഓഫ് കോഴ്സ് 4 തന്നെയായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഉയരം 3 ആണ് അല്ലെ. അപ്പൊ 4 × 4 × 3 ചെയ്താൽ ആൻസർ ആയി. 4 4 16. 16 × 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? 48 എന്ന് കിട്ടിയിട്ടുണ്ടാവണം അല്ലേടാ. 48 സെന്റിമീറ്റർ ക്യൂബ് എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കണം. സോ ഇത് രണ്ടെണ്ണല്ല 3 എണ്ണം അല്ലെ. നമുക്ക് വോളിയം 1ഉം വോളിയം 2ഉം വോളിയം 3യും കൂടെ കൂട്ടിയാൽ ടോട്ടൽ വോളിയമായി. സോ ടോട്ടൽ വോളിയം = V1 + V2 + V3. വോളിയം 1ഉം വോളിയം 2ഉം വോളിയം 3യും കൂട്ടുക. അപ്പൊ 192 + 48 + 192 അങ്ങനെയല്ലേ കിട്ടിയത്. ആദ്യത്തതിന്റെ വോളിയാണ് 192. രണ്ടാമത്തെ വോളിയമാണ് 48. മൂന്നാമത്തതും 192 തന്നെ. ഇത് 3 കൂടെ കൂട്ടിക്കൊടുത്തു. അപ്പൊ കൂട്ടിയാൽ എത്ര കിട്ടും എന്റെ കുട്ടികൾക്ക്? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 432 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കണം അല്ലെ. 432 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും ടോട്ടൽ വോളിയം ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം. സോ ഇതുപോലെ തന്നെയുള്ള ഒരു ഫിഗർ ആണ് ഇപ്പൊ നിങ്ങൾ ബോർഡിൽ കാണുന്നുണ്ടായിരിക്കുക. T ഷേപ്പിലുള്ള ആ ഒരു ഫിഗറിലെ ഈ ഒരു ഫിഗറിന്റെ വോളിയം നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസർ നിർബന്ധമായിട്ട് പറയുക കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാ മക്കൾക്കും എന്റെ ഓൾ ദി വെരി ബെസ്റ്റ്. എക്സാം അടിപൊളിയായിട്ട് എഴുതണം. നമ്മൾ സൂപ്പർ ആയിട്ട് മാരത്തോണിൽ കണ്ടുമുട്ടിയിട്ട് അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുമല്ലോ. ഓക്കെ, അപ്പൊ സെറ്റാണ്, അടിപൊളിയാണ്. ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് മാരത്തോണിൽ ഉണ്ടായിരിക്കും. നമുക്ക് അവിടെ വെച്ച് കാണാം. ബൈ ബൈ, സീ യു.